ജോക്കുട്ടിനെ എടുത്ത് അലക്കി വിട്ടല്ലേ ടീംസ്. ടീംസാ അതാരാണ്? ഉണ്ണാക്കൻ അനോണമ, അൺമാസ്കിങ് അനോണമുള്ള എന്ത് പേരാണ് ഇതൊക്കെ? എന്താണെങ്കിലും ജോക്കുട്ടനും ഗാസ മോങ്ങലും ഓ ഞാൻ അന്ന് റിയാക്ട് ചെയ്തത് 2 ആഴ്ച ആയല്ലേ. ഞാനപ്പോൾ 2 ആഴ്ച മിണ്ടാണ്ടിരുന്നപ്പോൾ ഇവർ വിചാരിച്ചു കാണും ഓക്കെ ഞാൻ നിങ്ങളെ കണ്ടില്ല കേട്ടോ, എന്താണേലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണമല്ലോ. നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഹെൽത്തി ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന പോയിന്റ് ഏതെങ്കിലും രീതിയിൽ ശരിയാണ് എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് ഞാനാണ് ശരി എന്നൊരു ചിന്താഗതിക്കാരനല്ല ഞാൻ. ഓക്കെ, എന്നാലും വീഡിയോ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഇസ്ലാം പറയുന്നു ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ചില കാര്യങ്ങൾ കൊണ്ട്. ഖൗഫ് ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, അംവാൽ അഥവാ സമ്പത്ത് കുറഞ്ഞുകൊണ്ട് പരീക്ഷിക്കും, അൻഫുസ് മനുഷ്യന്മാരുടെ മരണം കൊണ്ട് പരീക്ഷിക്കും. അവൻ പറയുന്നത് കേട്ടോ, മനുഷ്യന്മാരുടെ മരണം കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അവിടെ എന്നോടൊരു ഉപദേശമുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളും കാണാനുണ്ട്, കുറച്ച് ഐക്യു കുറഞ്ഞ ആൾക്കാരും കാണാനുണ്ട് എന്നുള്ളതനുസരിച്ച് കുറച്ചും കൂടി വിശദീകരിച്ച് പറയണത്. എല്ലാ തരത്തിലുള്ള ആളുകൾ കാണാനുണ്ട്, കുറച്ച് ഐക്യു കുറഞ്ഞ ആൾക്കാരും കൂടി കാണാനുണ്ട്. അതായത് ഞാൻ ഐക്യു കുറഞ്ഞ ഒരാളാണെന്നാണ് അവർ പറയുന്നത്. ഐക്യു കുറഞ്ഞ ആൾക്കാരും കാണാൻ. ഇതിപ്പോ നിങ്ങൾ വടി കൊടുത്ത് അടിമേടിക്കുവാണ്. എന്നാലും ഞാൻ പറയാം, ഒരു ഐക്യു കുറഞ്ഞ ആളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഐക്യു ചന്ദ്രനെ പുലർത്തി കാണിക്കൂ എന്ന് പറഞ്ഞ കാര്യം, അത് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെയുള്ള മക്കയിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പിളർന്നു, അത് ഒരുമിച്ച് കൂടി എന്നുള്ളത് കാണുകയും എന്നിട്ട് അവിശ്വാസികളായ ആളുകൾ അതിന് പറഞ്ഞിട്ടുള്ള ന്യായം വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും അതായത് ചന്ദ്രനെ 2 പിളർന്നു, വീണ്ടും കൂട്ടിച്ചേർത്തു. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും വെരി ഗുഡ്. ഓക്കെ, ഇവരാണ് ഐക്യമുള്ള ആളുകൾ. രണ്ട് ഐക്യമുള്ള ബാസിത്തും അവന്റെ പേര് എനിക്കറിയില്ല. ഓക്കെ, തീർച്ചയായും വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ ചോദിച്ചു മേടിച്ചാണ് എങ്കിലും ബാക്കിയോട് ഞാൻ പറയാം. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ. ഇവന്മാരെ പട്ടീനെ പോലിട്ട് ആട്ടുമാണ് ആളുകൾ. പിളർന്നു, അത് ഒരുമിച്ച് കൂടി എന്നുള്ളത് കാണുകയും എന്നിട്ട് അവിശ്വാസികളായ ആളുകൾ അതിന് പറഞ്ഞിട്ടുള്ള ന്യായം വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും അതായത് ചന്ദ്രനെ 2 പിളർന്നു, വീണ്ടും കൂട്ടിച്ചേർത്തു. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും വെരി ഗുഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ റിയാക്ട് ചെയ്തത്. ശരിക്കും ഇവരുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണോ എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവന്മാർക്ക് തോന്നി ഓക്കെ ഇത് റിയാക്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ പിന്നെ കൈ നിൽക്കത്തില്ല, അബദ്ധം പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവന്റെ വീഡിയോ ഇടയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കമന്റ് ബോക്സിൽ ഇവനായിട്ട് ആട്ടുമ്പോൾ, ഇൻക്ലൂഡിങ് മീ, ഐക്യു കുറഞ്ഞ ആൾക്കാരും, ഈ 2 ടീംസ്, ഇവന്മാർ 2 പേരും മാത്രം ഈ കേരളത്തിൽ നല്ല ബുദ്ധിയുള്ള ഐക്യുള്ള ഹൈ ലെവൽ ടീംസ്. എന്നിട്ട് ഇവന്മാര് തന്നെ പറയാണ് ഐക്യു കുറഞ്ഞ ആൾക്കാരും കാണാനുണ്ട്. ഐക്യു ഇല്ലാത്തന്റെ വീഡിയോ എന്തിനാ ബ്രോ നിങ്ങൾ കാണുന്നേ? അപ്പൊ ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും ഒരു സൈക്കാട്രിസ്റ്റിനെ അത് കാണും. ഓക്കെ, ബാക്കി തരാം. കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇതിനില്ല ദൈവത്തിന്റെ അനുമതി പ്രകാരം ആ കുട്ടി സ്വർഗത്തിലേക്കാണ്. അതായത് കുട്ടികൾ മരിക്കുന്നത് പോലും ഒരു സംശയവും വേണ്ട, ഇതിനില്ല ദൈവത്തിന്റെ അനുമതി പ്രകാരം ആ കുട്ടി സ്വർഗത്തിലേക്കാണ്. പിന്നെ എന്തിനാണ് ഇവറ്റകൾ പാലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ പട്ടി മോങ്ങുന്നവർ എനിക്ക് മനസ്സിലാവില്ല. പശുവിന്റെ അപ്പി ഉപയോഗിച്ച് കഴുകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എല്ലാം അള്ളാഹു അറിഞ്ഞ് ചെയ്യുന്നതാണെങ്കിലേ അതെനിക്ക് അറിയാൻ വളർത്തുന്നില്ല, പറഞ്ഞു തന്നെ. ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ലക്ഷ്യമില്ല, 2 കാര്യങ്ങളാണ് ലക്ഷ്യമായി പറയുന്നത്. ഒന്ന് തന്നെ സൃഷ്ടിച്ച ഇവരുടെ ആ 2 എക്സ്പ്രഷൻ കണ്ടപ്പോഴേ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുവാണ് ഇവരെന്താണ്, എന്തെങ്കിലും എന്നെ ഞാൻ അത്രയും വലിയ മണ്ടത്തരാണോ പറഞ്ഞത്? നോക്കട്ടെ എന്താ പറഞ്ഞത് കേൾക്കട്ടെ. ഒരു ലക്ഷ്യമില്ല, 2 കാര്യങ്ങളാണ് ലക്ഷ്യമായി പറയുന്നത്. ഒന്ന് തന്നെ സൃഷ്ടിച്ച പടച്ചവൻ ആരാധിക്കുക, മറ്റൊന്ന് അവൻ സംവിധാനിച്ച പരീക്ഷണത്തിൽ വിജയിക്കുക. അതിനുവേണ്ടി മാത്രം നൽകി. അതുപോലെ തന്നെ ഈ പാലസ്തീനിലെ കാര്യത്തിൽ കർത്താവിനും കൂടി നടപടായിരുന്നു. ഈ പറയുന്ന ഓഫീസിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണിക്കുന്ന സമയത്ത് ഓക്കെ ആ ഒരു പോർഷൻ കൂടി നിങ്ങൾ ആഡ് ചെയ്യാൻ ഒരുപാട് നന്ദി. കാരണം എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഞാൻ ഭയങ്കര മുസ്ലിം വിരോധിയാണ് എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ 3 മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരെയും കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന ത്രികോണ ഊക്കെന്ന് പറഞ്ഞ സീരീസ് ആണ് ഞാൻ ചെയ്യുന്നത്. മതത്തിന്റെ പേരിൽ ആൾക്കാരെ വേർതിരിച്ച് കാണുകയും മണ്ടത്തരങ്ങൾ പറഞ്ഞ് കുട്ടിയും ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന ഒരു സീരീസ് മാത്രമാണ് അത്. അതിനകത്ത് നിങ്ങൾ വന്ന് പെട്ടു എന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നിലവാരം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി നമുക്ക് പറയാം. തീർച്ചയായും വെരി ഗുഡ്. കർത്താവിനും കൂടി നടപടായിരുന്നു. ഈ പറയുന്ന ഓഫീസിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണിക്കുന്ന സമയത്ത്, ഇത്ര ഞഞ്ഞാഴിഞ്ഞ ഊഞ്ഞാകളിയാൻ അത്ഭുതം കാണിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കേൾക്കുമ്പോൾ കുളിര് തോന്നുന്ന കുറച്ച് അത്ഭുതങ്ങൾ കാണിക്കൂ പ്ലീസ്.
അത് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ വ്യൂ എന്താണ്? അതിപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ? അതായത് മുസ്ലിങ്ങളൊക്കെ ഫലസ്തീനിലെ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരം എന്താണ്? മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ്? ഫലസ്തീനിലെ വിഷയം പഠിച്ചത് അറിഞ്ഞിട്ടില്ല, അറിയാതെ സംഭവിക്കുന്ന ആരാണ്, പഠിച്ചതിന് ഇടപെടാനും പറ്റുന്നില്ല. പക്ഷപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ എനിക്ക് റിയാക്ട് ചെയ്യുന്ന താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി, ലോകം അവസാനിക്കുമ്പോൾ എല്ലാവരും മരിക്കും, അപ്പോൾ യുക്തിവാദികൾ എന്ത് പറയും? ലോകം അവസാനിക്കുമ്പോൾ എല്ലാവരും മരിക്കും, പിന്നെ ഈ ലോകത്ത് ആരും ബാക്കിയില്ല, പിന്നെ യുക്തിവാദികൾ എന്ത് പറയും എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യം, അത്രയും വിവരമില്ലാത്ത. എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? യുക്തിവാദികളും ഇല്ല, പിന്നെ ഇവരെന്ത് പറയും എന്നുള്ളതാണ്. ഇങ്ങനത്തെ ജോക്കുട്ടൻ ഒരു മരവാളാണെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൊപ്പി വെച്ച് ഹെഡ്സെറ്റ് വെച്ച് 4 പറഞ്ഞാൽ യുക്തിവാദിയാണെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരാണ്. ഈ പറഞ്ഞതൊന്നും എന്താണെന്ന് പോലും മനസ്സിലാവില്ല. അതെ, ഇതാണ് ഈ കമന്റ് ബോക്സിന്റെ നിലവാരം. അപ്പൊ അത് ലൈക്ക് ചെയ്യണം 145 പേര്. അവൻ മുൻപ് റീൽസ് കളിയാക്കിയായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പം മതത്തിനാണ് എസ്പെഷ്യലി ഇസ്ലാം മതം. ആരാ പറഞ്ഞ എസ്പെഷ്യലി ഇസ്ലാം മതം? എന്റെ സീരിയസ് നെയിം തന്നെ ത്രികോണ ഊക്കെന്നാണ്. പക്ഷെ അപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ത്രികോണ ഊക്കിന്റെ പേരിൽ ഞാൻ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നത് ഇസ്ലാം മതത്തെയാണ്. ഇതിനൊക്കെ റേഷ്യോ വെച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിനൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ത്രികോണ ഊക്ക് സീരിയസ് എന്ന് പറഞ്ഞ് ഞാൻ 3 മതക്കാരെ ഒരുപോലെ റിയാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സിൽ മിണ്ടാതിരിക്കുന്നത് ഹിന്ദുക്കളാണ്. ഇത് കേരളത്തിലെ കാര്യമാട്ടോ. ഞാൻ നോർത്തിലാണ് വീഡിയോ എങ്കിൽ എൻ്റെ ബോഡി പോലും ബാക്കി ഉണ്ടാകത്തില്ല. ഇത് കേരളം ആയതുകൊണ്ട് മാത്രമാണ് ഹിന്ദുക്കൾ. ഞാനൊരു പ്രൂഫ് കാണിച്ചു തരാം. ലാസ്റ്റായിട്ടൊരു ട്രയാങ്കിൾ ഊക്കിൽ ഹിന്ദുക്കൾക്കെതിരെ ഉള്ള ഒരു താങ്ങൽ കുറച്ച് കുറവായിരുന്നു എന്ന് ഒരു ഡൗട്ടുണ്ട്. ആസ് എ ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്. ഇനി കുറച്ചുകൂടെ അവർക്കിട്ട് നല്ല രീതിയിൽ താങ്ങിയിട്ടുള്ള വീഡിയോ ഇടണം. അതായത് ഞങ്ങളൊന്ന് ഊക്കൂ, ഇതിലും നല്ല ഊക്ക് തരൂ എന്ന് പറഞ്ഞ് വരുന്നവരാണ് ഹിന്ദുക്കൾ. ഒരു റിക്വസ്റ്റ് ആണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനെ മെസ്സേജ് ഒന്നും അയക്കത്തില്ല, പക്ഷെ അവരിന്ന് കാണുകയും ചെയ്യും, ഒന്നും പറയാറുമില്ല. അവർ കണ്ടേച്ചും അവർ ആ വഴിക്ക് പോകും. അവർക്ക് വേണ്ടത് നല്ലതെന്ന് തോന്നുന്നു അവരെടുക്കും, അല്ലാത്ത അവർ റിജക്ട് ചെയ്ത് കളയും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു മുസ്ലിംസ്, ഈ കമന്റ് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കമന്റ് ബോക്സിൽ പോകാൻ തെറി പറയുക. ഇപ്പം നിങ്ങൾ പോലും എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുക. നിങ്ങൾ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ജോക്കറിന്റെ വീഡിയോസ് ആദ്യം കാണാമായിരുന്നു, രസമായിരുന്നു. പിന്നീടുള്ള വീഡിയോസ് മുസ്ലിം വിരുദ്ധത പറയാൻ തുടങ്ങി, അത് നിർത്തി. മുസ്ലിം വിരുദ്ധത അല്ലേ, വേറെ വിരുദ്ധത ഒന്നും നീ ഈ ചാനലിൽ കാണുന്നില്ലല്ലേ? ക്രിസ്ത്യാനികളെ വിമർശിക്കുന്നതും ഹിന്ദുക്കളെ വിമർശിക്കുന്നതും മണ്ടത്തരങ്ങൾ പറയുന്ന എല്ലാവരെയും വിമർശിക്കുന്നതൊന്നും നീ കാണുന്നില്ല. പോട്ടെ, പോയത് നന്നായി. വെറുതെ ഇങ്ങനത്തെ കമന്റ് ഒന്നും കാണേണ്ടി വരത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പടച്ചോനെ ട്രൈ ചെയ്തോണ്ടിരിക്കണം. നമ്മൾ ഈ ഫയർഫോഴ്സിനെ കളിക്കും, അതുപോലെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ പടച്ചോനെ ഫലസ്തീനിൽ നടക്കുന്നുണ്ടോ അറിയിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യേ, എന്തെങ്കിലുമൊക്കെ ഇടപെട്. അപ്പോൾ പടച്ചോൻ എന്ത് ചെയ്യുന്നു? നമ്മൾ വിളിച്ചത് കൊണ്ട് പടച്ചോനെ അറിയുന്നു, അങ്ങനെ പടച്ചോ ഇടപെടുന്നു. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതാണോ വിചാരിക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എവിടെയാ പറഞ്ഞതിന്? ഞാൻ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ദൈവവിശ്വാസികളുടെ മനസ്സിലാക്കലിൽ ഈ സംഭവത്തിലൊന്നും ദൈവത്തിനൊരു നിയന്ത്രണമല്ല എന്നാണ് വിശ്വസിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ഫീലിംഗ്സോ എന്താ പറയാ പത്തറ്റിക് അബൌട്ട് യു സ്റ്റൈലായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഫീലിംഗ്സോ എന്താ പറയാ പത്തറ്റിക് അബൌട്ട് യു? നല്ല സ്റ്റൈലായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ബാക്കി പോയിന്റിലേക്ക് വാ. അത്രയും അബദ്ധമാണ് ഇവിടുത്തെ നിരീശ്വരവാദികളുടെ ധാരണ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിരീശ്വരവാദം കൊണ്ടുനടക്കുക? ഞാൻ നിരീശ്വരവാദിയല്ല, ഞാൻ നിരീശ്വരവാദിയാണെന്ന് എവിടെ പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളെ പോലെ മതഭ്രാന്തില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് നിരീശ്വരവാദം കൊണ്ടുനടക്കുക? ഞാനിപ്പോൾ കാര്യം പറട്ടെ. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ക്രിസ്തുവിനെ പറ്റിയോ ക്രിസ്തുവിൻ്റെ അപ്പനായ ഔസേപ്പിനെ പറ്റിയോ മാതാവിനെ പറ്റിയോ ഒക്കെ ആരെങ്കിലുമൊക്കെ, അപ്പം മാതാവ് പൊട്ടിയാണ്, അല്ലെങ്കിൽ ഔസേപ്പ് പിതാവ് മണ്ടനാണ്, യേശു ഒരു മരമണ്ടനാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനത് മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഏതെങ്കിലും ഒരു പോകാൻ എന്തെങ്കിലും പറയട്ടെ. അതാണ് ശരിക്കും ഒരു പ്രോപ്പർ വിശ്വാസി ചെയ്യേണ്ട ചിന്താഗതി. പ്രോപ്പർ വിശ്വാസിയുടെ ചിന്താഗതി ഇതാണ്. ബോധമില്ലാത്തവൻ അവനെന്തെങ്കിലും പറയട്ടെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ യഥാർത്ഥ ഒരു വിശ്വാസിയാണെങ്കിൽ അവനോട് കിടന്ന് പറയട്ടെ. അതാണ് നിങ്ങൾ എടുക്കേണ്ട ഒരു പോയിന്റ്. പക്ഷെ നിങ്ങളിവിടെ എന്താ ചെയ്യണേ? നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. എൻ്റെ കമൻറ്റ് ബോക്സിലും എൻ്റെ പേഴ്സണൽ മെസ്സേജ് ബോക്സിലും എന്നെ തെറി വിളിക്കാൻ വരുന്നതൊക്കെ ഈ നാമധാരികളാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കിയാലും കണ്ട ഇതുപോലത്തെ കമൻസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതാണ് ആ ക്വാളിറ്റി, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വ്യത്യാസമാണ്. നിങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രത്യേക സവിശേഷതയാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഞാൻ വിശ്വാസിയാണെന്ന് പറയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ പള്ളിയിലൊന്നും പോകാത്തരത്തിലാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒരു പവർ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് ഇന്ന ആളാണ്, വേണമെങ്കിൽ ഡിങ്കരാവാം, ആരെങ്കിലും ആവാം. സോ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ജീവിക്കുന്നത്.
എങ്ങനെയാണ് ദൈവവിശ്വാസത്തെ എതിർക്കുക? ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ന മതത്തിൽ തന്നെ ആണോ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് സന്തോഷത്തോടെ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ദൈവവിശ്വാസികളുടെ അടിസ്ഥാന വിഷയങ്ങൾ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, അതിനെ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച്, ഒരു മതഭ്രാന്തുള്ള ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരിക്കലും മനുഷ്യത്വം ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അയാൾ മതം ആണ് ഇമ്പോർട്ടൻറ്റ്, മതം ആണ് ശരി, മതം നല്ലതാണ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും അയാൾക്ക് മനുഷ്യത്വം ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യത്വമുള്ള ആളാണെന്നൊരു മതവിശ്വാസി പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അവിടം വരെ ഉള്ളൂ, വീടിൻ്റെ വാതിലിൻ്റെ അവിടം വരെ ഉള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് ഞാൻ എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾ എനിക്ക് ഈ പോയിന്റ് അറിയണ്ടേ. എങ്ങനെയാണ് ദൈവവിശ്വാസത്തെ എതിർക്കുക? ദൈവവിശ്വാസികളുടെ അടിസ്ഥാന വിഷയങ്ങൾ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, അതിനെ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഇവരെന്താണ് പറയുന്നുള്ള ഒരു ധാരണയിലേക്ക് എത്താനോ പറ്റുന്നില്ലെങ്കിൽ ഇതെങ്ങനെ? ഇപ്പോഴും ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ അതാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ദൈവത്തെ എതിർക്കാൻ പറ്റാ? റിയാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് എന്തെങ്കിലും പരിഹാസം പറഞ്ഞു, അതൊക്കെ ഓക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ഈ സുഹൃത്തിനോടക്കം വളരെ പിന്നെ കാമായിട്ട് പറയാണ്, വിഷയം എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതായത് എന്താണ് പറയുന്നത്. ഞാൻ 6 വർഷമായി യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. എൻ്റെ 6 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണ്, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജ് പോലും എന്നെ തെറിവിളിക്കാൻ കൂടുതൽ വന്നിട്ടുള്ളത് മൊത്തം മുസ്ലിം നാമധാരികളാണ്. എന്തുകൊണ്ട് ഈ റേഷ്യോ ഇവരിൽ മാത്രം കൂടി നിൽക്കുന്നു, അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്ന ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മതവിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ പറയും. അതായത് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, എന്ത് പോയിന്റ് ആണ് പറയുന്നത് എന്നുള്ളത് അൾട്ടിമേറ്റ്ലി അതെന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിത്താ. അപ്പോൾ എന്താണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്? അതായത് ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് പല പ്രയാസങ്ങളുടെ ഉദാഹരണങ്ങളാണ് അവിടെ പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായി പ്രയാസം ഉണ്ടാവും, നമുക്ക് വിഭവങ്ങൾ കുറയുന്ന വെച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടില്ല, അല്ലെങ്കിൽ ദാരിദ്ര്യം വരും, നമുക്ക് രോഗം വരാം. ഇങ്ങനെയുള്ള പല പല പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇത് ഒരു ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ, ഒരു മതവിശ്വാസിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് കൺസിസ്റ്റന്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത് നമ്മൾ പരിശോധിച്ച് നോക്കുക. അപ്പം ഒരു വിശ്വാസി വിശ്വസിക്കുന്ന എന്താണ്, ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കൃത്യമായി വിശ്വാസികളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം പറഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്രന്ഥം ആണല്ലോ അടിസ്ഥാനം. ആ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, നിങ്ങൾക്കിതൊന്നും സംഭവിക്കില്ല, ഈ ലോകം മുഴുവൻ സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു നമുക്കൊരു കൺസിസ്റ്റൻസി കുറവുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും, മാച്ച് കുറവുണ്ട് അവിടെ. ഇത് പ്രമാണം ഒന്ന് പറയുന്നു, ഇവിടെ റിയാലിറ്റി ദൈവം പറയുന്നു നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, എന്നിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്, വൈരുദ്ധ്യങ്ങൾ. പക്ഷേ നമ്മൾ പറയുന്നത് എന്താ, അതായത് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു? അതായത് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ദാരിദ്ര്യത്തിലായി, അല്ലെങ്കിൽ എനിക്ക് രോഗം വന്നു, ഇത് ഈ പ്രയാസം ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ അതിനോട് എങ്ങനെ, ഇപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ ഞാൻ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഞാൻ പിന്നെ അന്യായമായ രീതിയിൽ ഞാൻ സമ്പാദിക്കുമോ, അതല്ല ഉള്ള കാര്യങ്ങളിൽ തന്നെ ഒതുങ്ങി, അല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കാനുള്ള ശരിയായ വഴികൾ തേടുമോ, ഇത് ഒരു പരീക്ഷണമാണ്. അതേപോലെ തന്നെ എനിക്ക് രോഗം വന്നു, ആ രോഗം വന്നാൽ ഞാൻ എന്താണ് ചെയ്യുക, അത് ചികിത്സിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടരുക ആണോ? ഈ പരീക്ഷണങ്ങൾ തരുന്ന ദൈവം ഇങ്ങനെയൊക്കെയാണോ പരീക്ഷിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിലും നമ്മൾ എങ്ങനെ ആ ഒരു പരീക്ഷണത്തോട് റിയാക്ട് ചെയ്യുന്നു എന്നതാണ് ഓരോ പ്രയാസങ്ങളും എന്നാണ് പറയുന്നത്. അത് തന്നെ ഞാനിവിടെ ചോദിക്കുന്നത്. ഈ പഹൽഗാമിലുള്ള അറ്റാക്ക് നടക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ തൊട്ടടുത്ത് നടക്കുന്ന സമയത്ത്, തൊട്ടടുത്തെന്ന് പറയുമ്പോൾ പലസ്തീനെ വെച്ച് നോക്കുമ്പോൾ തൊട്ടടുത്ത്, അതായത് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും, പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും, ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും, കേരളത്തിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും ഉണ്ടാവുന്ന അതേ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എനിക്കുണ്ടാവുക. എനിക്കെന്നല്ല, ഒരു സാധാരണ ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്കുണ്ടാകും ഓരോ പ്രശ്നങ്ങൾ. പല മതത്തിലുള്ള ആൾക്കാർ മരണപ്പെടുമ്പോഴേ അവിടെ ഒന്നും തന്നെ സംസാരിക്കാണ്ട് കിലോമീറ്റേഴ്സ് അപ്പുറമുള്ള ആൾക്കാർ മരിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ കടന്ന് ബഹളം ഉണ്ടാക്കുന്നു, എന്തുകൊണ്ട് അതിനുവേണ്ടി സംസാരിക്കുന്നു എന്നേ ഞാൻ ചോദിച്ചോളൂ. മതവിശ്വാസത്തിന്റെ വ്യൂവിൽ എന്ത് ചെയ്യാൻ പറ്റും? കൺസിസ്റ്റന്റ്ലി വിശദീകരിക്കാൻ പറ്റും. നമുക്കുള്ള ഏത് പ്രയാസവും, ഈ ലോകത്തുള്ള ഏത് പ്രയാസവും വിശദീകരിക്കാൻ പറ്റും. നമ്മൾ അതിന്റെ കൂടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അത് ഇതിൽ റിയാക്ഷനിൽ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ, എന്നാൽ നിരീശ്വരവാദികളുടെ വേൾഡ് വ്യൂ ഇത് കൺസിസ്റ്റന്റ്ലി വിശദീകരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് പ്രയാസങ്ങൾ, ഈ ലോകത്തുള്ള പ്രയാസങ്ങൾ എങ്ങനെയാണ് നിരീശ്വരവാദികൾ വിശദീകരിക്കുക? റാൻഡംലി സംഭവിക്കുന്നതാണ്. അപ്പം പ്രയാസമുള്ളവർക്ക് പ്രയാസം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ എക്സ്പ്ലനേഷൻ ഇല്ല എന്നാണോ? അതല്ല മതവിശ്വാസികൾക്ക് എക്സ്പ്ലനേഷൻ ഉള്ളതുപോലെ വേറെ എന്താ എക്സ്പ്ലനേഷൻ ഉണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് നിരീശ്വരവാദിയെ സംബന്ധിച്ച് ഇപ്പം ഇവർ പറയുന്ന പോലെ പനി വന്നു, പനി പോയി, മരണം വന്നു, മരിച്ചു, ഇങ്ങനെയാണ് ഒരു നിരീശ്വരവാദി വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ മതവിശ്വാസികളുടെ പോലെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഇപ്പോൾ ബിഗ് ബാങ് തിയറി, ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ കോംപ്ലക്സ് ആണ്.
ബിഗ് ബാങ് തിയറി എങ്ങനെ ഉണ്ടായി, അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെ ഉണ്ടായി, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം, ചിന്തിച്ചാൽ എവിടെ എത്താത്തൊരു സാധനം. അതിനേക്കാൾ എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതെല്ലാം ദൈവമാണ് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നു. അതായത് പിന്നീട് അങ്ങോട്ട് ചിന്തിക്കേണ്ട, നിങ്ങൾ ദൈവമാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിശ്വസിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ ചിന്തിക്കാനും നിൽക്കണ്ട. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ നിരീശ്വരത അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നവർ ഇതൊക്കെ ദൈവമാണെന്ന് പറയുന്നതാണ് മഹത്വം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഐ തിങ്ക് യു ഹാവ് സം സീരിയസ് പ്രോബ്ലം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഐക്യു പ്രശ്നങ്ങളുള്ള ഐക്യു പ്രശ്നമുണ്ട് കേട്ടോ. ശരി, ഇറ്റ്സ് ഓക്കെ. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം? മൂപ്പര് പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും വന്ന് ഇടപെടണ്ടേ, ഫലസ്തീനിലെ കുട്ടികളെ രക്ഷിക്കണ്ടേ, അല്ലെങ്കിൽ ചൂരൽമലയിലെ ആളുകളെ രക്ഷിക്കണ്ടേ? എന്നിട്ട് എന്തുകൊണ്ട് ദൈവം രക്ഷിക്കുന്നില്ല? അഥവാ ദൈവം ഉണ്ടെങ്കിൽ ഇത് രക്ഷിക്കണമല്ലോ. അപ്പൊ ദൈവം ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ പറയുന്നു ദൈവമുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തനം പറ, ദൈവത്തിന്റെ പ്രവർത്തനം ഒന്ന് പറ. ദൈവം പറയുന്ന ദൈവത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലെ സൂപ്പർമാൻ വരുന്നത് പോലെയോ ബാറ്റ്മാൻ വരുന്നത് പോലെയോ അല്ലെങ്കിൽ എന്താ പറയാ സ്പൈഡർമാൻ വരുന്നത് പോലെ വരുന്നതല്ല ദൈവത്തിന്റെ പ്രവർത്തനം. ചന്ദ്രനെ പിളർന്നു അത് ഒരുമിച്ച് കൂടി എന്നുള്ളത് കാണുകയും. നമുക്ക് എന്ത് ടോപ്പിക്ക് സംസാരിക്കാം, നമുക്ക് ഏത് തരത്തെ വിഷയത്തെ പറ്റി സംസാരിക്കാൻ അതിനൊരു അവസാനമുണ്ട്. പക്ഷേ മതം സംസാരിച്ചാൽ ഒരിക്കലും തീരില്ല. ഇത് ഇങ്ങനെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ മാത്രമാണ് ഇവിടെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് മതത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത്. ഞാൻ മതത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ചാനലല്ല, ഒരു മതത്തെ മാത്രമല്ല ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രവർത്തനത്തെ പറ്റി ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം പറഞ്ഞതാണ് ദൈവത്തിന്റെ പ്രവർത്തനത്തെ പറ്റി നോക്കേണ്ടത്. നമ്മുടെ മായാവികതകളല്ല, നമ്മുടെ ഇമാജിനേഷനുകളല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളല്ല. ദൈവം എന്താ പറഞ്ഞത് അതാണ് ഇവിടെ പറയുന്നത്. എൻ്റെ അപ്പൻ്റെ പേര് ജോർജ്, അമ്മയുടെ പേര് ലിസി ജോർജ്. അപ്പോൾ ജോർജിനും ലിസിക്കും ഇങ്ങനൊരു മകൻ ഉണ്ടാകുമെന്നും അവൻ വളർന്നു വലുതായ ഒരു യൂട്യൂബർ ആകുമെന്നും അവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും ഒക്കെ നിങ്ങളുടെ പടച്ചോൻ അറിയാം. ഓക്കെ, ഈ പടച്ചോൻ തന്നെ മരണാവസാനം. അപ്പം ഞാൻ സപ്പോസ് ഞാനിപ്പോൾ പെൺകുട്ടിയായിട്ട് ജനിച്ചു എന്ന് കരുതുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു വേശ്യയാണെന്ന് കൂടി കരുതുക. ഒരു സിനാറി എടുക്കുക. നിങ്ങളത് ചിരിക്കുക എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശരിക്കും ആ കൺസെപ്റ്റിൽ എടുക്കുക. അതായത് ഞാൻ ഒരു വേശ്യ പ്രവർത്തനം നടക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചു എന്ന് കരുതുക. അവസാനം എനിക്ക് കുറ്റബോധം തോന്നി, ഞാൻ പട്ടിക്ക് വെള്ളം കൊടുത്തു, ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്നു. അപ്പം അതായത് ക്ലിയർ ആയിട്ട് പറയുന്നു, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ Allah will give the judgment. അപ്പോൾ ആയത്താണ് ഇവിടെ പറയുന്നത്. അതിനാണ് അവൻ റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്. ദൈവം എന്താ ദൈവത്തിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്നത്? പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ഈ പ്രവർത്തനങ്ങൾ പറയുന്ന ഈ പുസ്തകത്തിനാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ അമ്മ ചട്ടയും മുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ മുണ്ടെന്ന് പറയുന്ന സാധനം ആണുങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന സാധനം. അതായത് ആണുങ്ങളുടെ വസ്ത്രം ഇടുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു പറയുന്നത്. ഈ ശപിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഇട്ടെന്നും പറഞ്ഞ്? അതാണ് എനിക്ക് മനസ്സിലാത്തത്. പോട്ടെ. അപ്പം എൻ്റെ അപ്പൻ്റെ അമ്മയും അവരുടെ കുടുംബക്കാരും, അതായത് ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം മൊത്തം ശപിക്കപ്പെട്ട ആൾക്കാരാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ വനിതാ പോലീസായിട്ട് നിൽക്കുന്നവരൊക്കെ ശപിക്കപ്പെട്ടു. കാരണം ആണുങ്ങളുടെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം. എൻ്റെ വീഡിയോയിൽ ഞാൻ തുടക്കം മുതൽ പറഞ്ഞ ഐക്യുവിൻ്റെ കാര്യം തൊട്ട് ഞാനിവിടെ പറയുന്ന എൻ്റെ എല്ലാ സംശയങ്ങളും നിങ്ങളൊന്ന് തീർത്തുന്ന വളരെ ഉപകാരം. നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ പോയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ദൈവം എന്താ ദൈവത്തിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്നത്? പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, ഇവിടെ അതൊക്കെ സംഭവിക്കും എന്നാണ് ദൈവത്തിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്നത്. ഇവൻ ഇപ്പോഴും പറയുന്നു ദൈവം ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ തരുന്നു, നമ്മളത് എങ്ങനെ നോക്കി കാണുന്നു എന്നതാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരീക്ഷണമാണല്ലോ അതൊക്കെ. ഇപ്പോഴും അത് തന്നെയല്ലേ ഇവർ പറയുന്നത്. ഇനി ഇവിടെ വരുന്ന വേറൊരു എന്താ പറയാ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരീക്ഷണമാണല്ലോ അതൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പരീക്ഷണത്തിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഈ കൊലപാതകം ചെയ്യാനൊക്കെ മനുഷ്യന്മാർ കുറച്ച് സഹായിച്ചൂടെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ദൈവം മനുഷ്യന്മാരെ ഇല്ലാതായിക്കൊണ്ട് പരീക്ഷിക്കും. ഇപ്പൊ എനിക്ക് നാളെ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ നോക്കി കാണുന്നു, അത് ദൈവം പരീക്ഷിച്ചതാണെങ്കിൽ അത് എങ്ങനെ നോക്കി കാണുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ പരീക്ഷണത്തിലുള്ള സഹായമായിക്കൊണ്ട് നമുക്ക് ചെയ്തോടെ? നമുക്ക് എങ്ങനെയാണ് അതിൽ റോൾ ഉണ്ടാവുക? അതായത് എല്ലാ പരീക്ഷണവും നിയന്ത്രിക്കുന്ന ആ പടച്ചവന്റെ പ്രവൃത്തി പറയുമ്പോൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യാണ്? ആ പരീക്ഷണം നൽകുന്ന പടച്ചവന്റെ സ്ഥാനത്ത് പോയി നിൽക്കുകയാണ്. അതെങ്ങനെ സാധ്യമാവുക? പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ പടച്ചവന്റെ സ്ഥാനത്ത് പോയി നിൽക്കുകയാണ്. അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന ഒരു പരീക്ഷണമാണ്. അപ്പോൾ യുവന്മാർ ആ പടച്ചവന്റെ സ്ഥാനത്ത് പോയി നിന്നിട്ട് പറയുവാണ് നീ പരാജയപ്പെട്ടു. ഇപ്പം ഇവന്മാരല്ലേ ശരിക്കും പറഞ്ഞാൽ പടച്ചവന്റെ റോള് കാണിക്കുന്നത് ഇവിടെ. നിങ്ങൾ ആരാണെന്ന് അതായത് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ് പടച്ചവന്റെ റോൾ ഇവിടെ കാണിക്കുന്നത്? നിങ്ങൾ ആരാണ് ഞാൻ പരാജയപ്പെട്ടു, തോറ്റു എന്നൊക്കെ പറയാനായിട്ട്? ഇനി ഞാൻ തോറ്റു എന്നുണ്ടെങ്കിൽ എൻ്റെ വിധി എന്താണ്? അതുകൂടി നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കും?
അത് നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്തെ എല്ലാ ആളുകളെ സംബന്ധിച്ചും സെയിം പോലത്തെ പരീക്ഷണം നടക്കുന്നത്. ആ പരീക്ഷണത്തിൽ ഓരോരുത്തർക്കുള്ള പരീക്ഷണത്തിന്റെ അവസ്ഥകൾ വ്യത്യാസം ഉണ്ടാവും. ഇനി ആരെങ്കിലും നമ്മൾ ഇനി ഒരാളെ കൊന്നുകൊണ്ട് പരീക്ഷിക്കാൻ പ്ലോട്ട് റെഡി ആയിക്കോട്ടെ, അവിടെ നമ്മൾ ആ പരീക്ഷണത്തിൽ തോൽക്കണം. അതായത് ഇവിടെ ഒരു കുട്ടി മരണപ്പെടുന്ന ഒരു സിനാരിയോ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പറയണം ഞാൻ പരീക്ഷണത്തിന് എയ്ഡ് ചെയ്യാൻ വേണ്ടി പോയിട്ട് കൊല്ലുകയാണെന്ന് പറഞ്ഞാൽ നമ്മളാ കാരണം എന്താ, നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു പദം ഉണ്ടല്ലോ, മൊറാലിറ്റി. അവിടെ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൊറാലിറ്റി. അത് നമ്മൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ മതത്തിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് മൊറാലിറ്റി എന്താണെന്ന് വേർതിരിച്ചറിയാൻ പറ്റിയത്? ഞാൻ നിങ്ങളുടെ മതം ഒന്നും ഫോളോ ചെയ്തിട്ടല്ല, ഞാൻ മൊറാലിറ്റി എന്താണെന്ന് പഠിച്ചത്. ഇനി ഞാൻ പഠിച്ചത് ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പള്ളിയിൽ പോയി പഠിച്ചതുകൊണ്ടോ അല്ല മൊറാലിറ്റി ഞാൻ പഠിച്ചത്. അപ്പൊ മോഷ്ടിക്കരുത് എന്ന് പറയുന്നൊരു കാര്യം, മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ കടയിൽ തല്ല് കിട്ടും എന്ന് അറിയാവുന്നത് കൊണ്ട് പേടിച്ചിട്ടാണ് ആ മൊറാലിറ്റി രൂപപ്പെട്ടു വരുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു മതത്തിൽ പോയിട്ട് അവർ പറയണം മോഷ്ടിക്കരുത്, അതുകൊണ്ട് അവിടെ പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടിയതെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തിലാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന മതം ഒന്നും പഠിക്കാണ്ട് തന്നെ വളർന്നിട്ട് മൊറാലിറ്റിയോടെ ജീവിക്കുന്ന ആൾക്കാർ, നല്ല മൊറാലിറ്റിയോടെ. അപ്പം മതത്തിന് അവിടെ ഒരു റോളും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇസ്രായേലിയർക്കുള്ള പരീക്ഷണം ഗസക്കാർക്കുള്ള പരീക്ഷണം രണ്ടാണ്. ഇസ്രായേലിയർക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ അവർ ഈ കൊലപാതകം ചെയ്യോ, അവർ ഇത്തരത്തിലുള്ള ഒരു ഹീനകൃത്യത്തിലേക്ക് പോകുമോ, അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഹീനകൃത്യത്തിലേക്ക് അവർ പോവുമോ ഇല്ലയോ എന്നുള്ളതാണ് അവർക്കുള്ള പരീക്ഷണം. ഫലസ്തീനികൾക്ക് ഗസയിലേക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരാൾ ഹീനകൃത്യം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ എന്താ റെസ്പോൺസ് എന്തായിരിക്കും, നിങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക. ഇത്തരത്തിലാണ് ലോകത്തെ എല്ലാ പരീക്ഷണങ്ങളും ഉള്ളത്. ഇസ്രായേലർക്കും ഫലസ്തീനുകൾക്കും മാത്രമല്ല നമുക്കുള്ള പരീക്ഷണമാണത്. അതായത് ഇയാളുടെ ചോദ്യത്തിന് ഉത്തരം അവിടെയാണ് കിടക്കുന്നത്. നമുക്കും നമ്മൾ ഇത് കണ്ടു നിൽക്കുന്ന പുറത്തുള്ള ആളുകൾക്കുള്ള പരീക്ഷണമാണത് ഈ ഗസയിലും ഫലസ്തീനൊക്കെ ഉള്ള വംശഹത്യ. ആ വംശഹത്യ കാണുമ്പോൾ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഈ പറഞ്ഞ ക്രൂരന്മാരുടെ, അതായത് പിന്നെ ആയുധശക്തിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവർ കൊല്ലട്ടെ, തല്ലട്ടെ, അല്ലെങ്കിൽ പിന്നെ 10,000-കണക്കിന് കുട്ടികളെ കൊല്ലട്ടെ എന്നതാണ് നിങ്ങളുടെ മാനസികാവസ്ഥ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരീക്ഷണത്തിൽ തോറ്റു. ബൈബിളിൽ ഒരു 10 കൽപ്പനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേ സെയിം സാധനം മുസ്ലിംസിലും ഉണ്ട്, 10 കൽപ്പന പോലെ. അപ്പോൾ അതിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടായത് ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ പറയുന്നത് മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇതൊക്കെ സെയിം ആണ് ഏകദേശം അല്ലേ? നിങ്ങൾ ഈ പറയുന്ന പോലെ ആദം ബീവി ഹവ്വ ബീവി, ബൈബിളിൽ ഇത് തന്നെ ആദം ഹവ്വ, ബീവി എന്ന് പറയുന്ന ടൈമില്ല. നിങ്ങൾ ഈസാ നബി എന്ന് പറയുമ്പോൾ ഇവിടെ ഈശോ. അപ്പോൾ ഞാൻ പറയുന്നത് വ്യഭിചാരം ചെയ്യരുത്, അല്ലെങ്കിൽ മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കള്ളത്തരം പറഞ്ഞാൽ അടി കിട്ടും, മോഷ്ടിച്ച് കഴിഞ്ഞാൽ അടി കിട്ടും, അന്യൻ്റെ ഭാര്യയെ മോഹിക്കാൻ പോയാൽ അവിടുന്ന് അടി കിട്ടും. അപ്പം ഇത് എവിടെയും പഠിപ്പിച്ചു തരണ്ട. ഇതിപ്പോൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും അടി കിട്ടും, അവന് മനസ്സിലാവും അത് ചെയ്യരുതെന്ന്, അല്ലേ? അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് ഈ റൂള് ലോസ് ഒക്കെ ഫോം ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം കുത്തകയൊന്നുമല്ല, ഇത് നോർമലാണ്. ഇങ്ങനെയാണ് ഓരോരോ മൊറാലിറ്റികൾ രൂപപ്പെട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ മൊറാലിറ്റികൾ രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് നടക്കാതിരിക്കുക, നിങ്ങൾ സ്വയം ഒരു കോമാളി ആവാതിരിക്കുക ദയവ് ചെയ്ത്. അതല്ല ഈ പിന്നെ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗത്തിന്റെ കൂടെയാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ നിങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അപ്പോൾ ഇയാൾ ചോദിക്കുന്നത് ഇവരെന്തിനാണ് ഫലസ്തീനിലെ കുട്ടികളുടെ മരണത്തിന്റെ പേരിൽ മോങ്ങുന്നത് എന്നാണ് ചോദിച്ചത്. അത് നമുക്കുള്ള പരീക്ഷണത്തിലെ വിജയപരാജയം. താങ്കളുടെ ആ ഒരു പദപ്രയോഗം ഉണ്ടല്ലോ, മോങ്ങുക എന്ന് പറയുന്നത്, അതായത് ഏതൊരു മനുഷ്യനും പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് കാണുമ്പോൾ ഒരു വിഷമമുണ്ടാവും. ആ വിഷമത്തെ താങ്കൾ വിശദീകരിച്ചത് മോങ്ങ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാൻ. പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ, പിഞ്ചു കുഞ്ഞുങ്ങളല്ല, മനുഷ്യജീവിതം പൊലിഞ്ഞു പോകുമ്പോൾ സന്തോഷിക്കുന്നവരാരാ ഉള്ളവരുണ്ട്. ആ പരീക്ഷണത്തിൽ താങ്കൾ തോറ്റിരിക്കുന്നു, പരാജയപ്പെട്ടു. അപ്പോൾ എന്റെ വിധി എന്താണ്? അതുകൊണ്ടൊന്ന് പറയാമോ? എന്നാൽ അവിടെ വിലപിച്ച ആളുകൾ, സങ്കടപ്പെട്ട ആളുകൾ അത് വിജയിച്ചിരിക്കുന്നു. ഇതാണ് പരീക്ഷണം. ഇത് മാനസികമായ മാനവികത മനസ്സിലുണ്ടോ എന്നുള്ള പരീക്ഷണമാണ്. അതിൽ താങ്കൾ തോറ്റിരിക്കുന്നു. ഇവർ പറയുന്ന പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ പരീക്ഷണം നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു. ഞാനിപ്പോൾ മോങ്ങലെന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ ആ പരീക്ഷണത്തിൽ തോറ്റുപോയി എന്നാണ് ഇവർ പറയുന്നത്. ഹൂ ആർ യു ടു ഗീവ് ദ ജഡ്ജ്മെന്റ്? നിങ്ങൾ ആരാണ് ഞാൻ ആ പരീക്ഷണത്തിൽ വിജയിച്ചു തോറ്റു എന്നൊക്കെ പറയാനായിട്ട്? ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കും നിങ്ങൾ പറയുന്ന പ്രകാരം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഹൂ ആർ യു ടു ഡിസൈഡ്? നിങ്ങൾ ആരാ? നിങ്ങൾ ഈ ഭൂഗോളത്തിൽ, ഈ കേരളത്തിൽ ഏതോ ഓളങ്കറാൻ പോലെ ഇരുന്ന് നിങ്ങൾ ആരാണ് ഇതൊക്കെ തീരുമാനിക്കാൻ? ഞാൻ എന്താണ്, എൻ്റെ വിധി എന്താവുമെന്ന് തീരുമാനിക്കാനായിട്ട്? അതിൽ താങ്കൾ തോറ്റിരിക്കുന്നു. ഈ ഫലസ്തീനികളുടെ A car, B bike, C train, D bus. അതായത് ഇവരിപ്പോൾ പറയുന്ന പ്രകാരം ഞാൻ ആ പരീക്ഷണത്തിൽ തോറ്റുപോയി. Time is up.
ഞാൻ മോങ്ങൽ എന്ന് പറയുന്ന വാക്കൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി തോറ്റുപോയി. അപ്പോൾ എനിക്ക് സ്വർഗം കിട്ടില്ല എന്നൊക്കെയാണോ ഇൻഡയറക്റ്റ്ലി പറഞ്ഞു വരുന്നത്. അത് പലസ്തീനിലെ ആളുകൾ മരണപ്പെടുന്നതിൻ്റെ ഒരു പരീക്ഷണം ഇട്ട് തന്നിട്ട് നമ്മൾ അതിനുവേണ്ടി സംസാരിക്കുക, ഐക്യദാർഢ്യമൊക്കെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ ആ പരീക്ഷണത്തിൽ വിജയിച്ചു എന്നാണ് ഈ വ്യക്തികൾ പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ആ വിഷമത്തെ താങ്കൾ വിശദീകരിച്ചത് മോങ്ങ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാൻ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ മോങ്ങൽ എന്ന് ഉപയോഗിച്ച പദം വളരെ മോശമാണ്. ആ പദം ഉപയോഗിച്ചതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ ഞാൻ ആ പരീക്ഷണത്തിലാണ് തോറ്റുപോയത്. ആ പരീക്ഷണത്തിൽ താങ്കൾ തോറ്റിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവിടെ വിലപിച്ച ആളുകൾ, സങ്കടപ്പെട്ട ആളുകൾ അത് വിജയിച്ചിരിക്കുന്നു. ഇതാണ് പരീക്ഷണം. പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആരാ ഉള്ളത്? അങ്ങനെ ഉള്ളവരുണ്ടാവും. എടാ ദൈവം എന്നെയൊന്നും അതിലെ പിടിച്ച് കൂട്ടല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ എന്ത് ജീവിച്ചിരിക്കും ഇവിടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ചില കൺസെപ്റ്റും എൻ്റെ കൺസെപ്റ്റും, അതായത് മനുഷ്യത്വത്തെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും കൺസെപ്റ്റ് ഏകദേശം ഒരേ പോയിന്റാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ബാസിത്തിന് ഇപ്പോൾ ഒരു പെങ്ങളുണ്ടെന്ന് കരുതുക. ഓക്കെ, ബാസിത്തിന്റെ പെങ്ങൾക്ക് ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടു. ബാസിത്തിന്റെ അതേ ക്വാളിറ്റി, ബാസിത്തിന്റെ അതേ മൈൻഡ് സെറ്റ്, നല്ല മൊറാലിറ്റി ഉള്ള ഒരു ചെക്കൻ, നല്ലൊരു ദീനിയായ ചെക്കൻ നിങ്ങളുടെ ഭാഷയിൽ. പക്ഷേ ഒറ്റ കുഴപ്പമുള്ള അവൻ വേറെ റിലീജിയൻ. വെരി ഗുഡ്. പക്ഷേ എല്ലാവരും സൃഷ്ടിച്ച അള്ളാഹുമാണ്. പക്ഷേ അവൻ വേറെ റിലീജിയൻ ആയിപ്പോയി, എങ്ങനെയൊക്കെയോ. പക്ഷേ ബാസിത്തിന് അതേ ക്വാളിറ്റി. ബാസിത്ത് പറയാണ് നീ കെട്ടണ്ട, നല്ല പറയുള്ളൂ, അങ്ങനെ തന്നെ പറയുള്ളൂ. തീർച്ചയായും. വെരി ഗുഡ്. കാരണം അവിടെ മനുഷ്യത്വത്തെക്കാളും വലുത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്വാളിറ്റിയോ ബാസിത്തിന്റെ അതേ ക്വാളിറ്റിയുള്ള മനുഷ്യനാണെങ്കിൽ പോലും അതൊന്നുമല്ല. അവന്റെ മനുഷ്യത്തെക്കുറിച്ചൊന്നും നോക്കാണ്ട് മതമാണോ അവൻ ഏത് മതമാണെന്ന് അത് നോക്കിയിട്ടല്ലേ ബാസിത്ത് ആ പെങ്ങൾക്ക് അവനെ കെട്ടിച്ചു കൊടുക്കുള്ളൂ, അല്ലേ? അതിപ്പോൾ അടുത്തിരിക്കുന്നവനാണെങ്കിൽ പോലും വേറെ മതമാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കുള്ളൂ, അല്ലേ? അപ്പോൾ മനുഷ്യത്വം നമ്മുടെ വീടിന്റെ വാതിൽപ്പടി വരെ ഉള്ളൂ എന്നാദ്യം മനസ്സിലാക്കുക. ബാസിത്തിനും ഈ ഇരിക്കുന്ന ആൾക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പെങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് സമ്മതിക്കാൻ പോകുന്നില്ല, എത്ര നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ. അപ്പൊ അത്രത്തോളം ഉള്ളൂ എന്നാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അതിന് അത്ര എനിക്ക് മറുപടി. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ചിന്തിക്കുന്നത് ദൃഷ്ടാന്തം. ഇതാണ് പരീക്ഷണം. ഇത് മാനസികമായ മാനവികത മനസ്സിലുണ്ടോ എന്നുള്ള പരീക്ഷണം. ഞാൻ എന്റെ മരണത്തിന്റെ അവസ്ഥ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ അതൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തു, ഏറ്റവും അവസാനം ഞാനൊരു പട്ടിക്ക് വെള്ളം കൊടുത്തു എനിക്ക് സ്വർഗം കിട്ടും എന്നുള്ളതാണെങ്കിൽ ഹൂ ആർ യു ടു ഗീവ് ജഡ്ജ്മെന്റ്സ്? നിങ്ങൾ എന്തിനാണ് ഓർത്ത് വറിയിടാവുന്നേ? അതിൽ താങ്കൾ തോറ്റിരിക്കുന്നു, ഈ ഫലസ്തീനികളുടെ കൂടെ നിൽക്കുന്നവർ വിജയിച്ചിരിക്കുന്നു. ഇതാണ് ഇങ്ങനെ ലോകത്തുള്ള എല്ലാം അങ്ങനെ വിശദീകരിക്കും. എനിക്ക് തോന്നുന്നു ഇവർക്കിപ്പോഴും എന്റെ ചോദ്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത് ഗാസയിലും പലസ്തീനിലൊക്കെ മാത്രം നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മാത്രം നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ നാവ് ഉയരുന്നില്ല? അതായത് ഈ പടച്ചവൻ ഇവിടെ ഓരോരുത്തർക്കും ഓരോ അടച്ച ലോകമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ നൽകുന്നു, അവർക്ക് പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസ്ഥകൾ നൽകുന്നു. അതിൽ അവർ തിരഞ്ഞെടുക്കുന്ന, ഇപ്പൊ തിന്മകൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ടാവും. ആ തിന്മകൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ചെയ്യുന്ന തിന്മകളുടെ ഫലം ചില ആളുകൾക്കുള്ള പരീക്ഷണമായിട്ട് കൊടുക്കും. ബിരിയാണി കഴിക്കുന്ന ഒരാള് കഞ്ഞി കുടിക്കുമ്പോഴായിരിക്കും ബിരിയാണിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക, അല്ലെ? തുടക്കം മുതലേ ബിരിയാണി കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കഞ്ഞി അത്രത്തോളം അല്ലെങ്കിൽ ബിരിയാണി അത്രത്തോളം ടേസ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന് ഒരു തവണയെങ്കിലും അയാൾ കഞ്ഞി കുടിക്കണം, അല്ലെ? അതുപോലെ ഇരുട്ടെന്ന് പറയുന്ന സാധനത്തിന് വെളിച്ചത്തേക്ക് വരുമ്പോഴാണ് വെളിച്ചത്തിന്റെ ഭംഗി മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വർഗ്ഗമാണ് ശരിക്കും പറഞ്ഞത്. അതായത് മഴക്കാലത്തിന്റെയും മഞ്ഞുകാലത്തിന്റെയും സൗന്ദര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേനൽക്കാലത്തിൽ കൂടി കടന്നു പോകണം. അപ്പോൾ ഭൂമിയിൽ തന്നെ ഈ സ്വർഗ്ഗം എല്ലാം ഉണ്ട്. അപ്പോൾ യുവമാർ പറയുന്ന സ്വർഗ്ഗം എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും തികഞ്ഞൊരു സ്ഥലം, അല്ലെ? ബിരിയാണിക്ക് ബിരിയാണി, പുഴയ്ക്ക് പുഴ, മദ്യത്തിന് മദ്യം, ഹൂറുകൾക്ക് ഹൂറുകൾ. അപ്പോൾ അതിലെവിടെയാണ് ആ ഒരു വേർതിരിവ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും. നിങ്ങൾക്ക് കൊടുക്കും. അതായത് ഇപ്പോൾ എ ആൻഡ് ബി രണ്ടാളുകൾ, അതിൽ ബിക്കും എക്കുള്ള പരീക്ഷണം ഉണ്ട്. അതിൽ ബി ഓൾറെഡി തിന്മ തെരഞ്ഞെടുത്തു, അയാൾ തിന്മയാണ് ചെയ്യാൻ പോകുന്നത്. ആ തിന്മ ചെയ്യുന്നതിന് ലോകത്ത് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവും. അല്ലാതെ അയാൾ അടച്ച റൂമിൽ അയാളുടെ തിന്മകളുടെ ഫലം വേറെ ആർക്കും കിട്ടാത്ത അവസ്ഥയിൽ ഉണ്ടാവുക. പടച്ചവൻ ഇവിടെ ഒരു ലോകത്തിന് ഒരു വ്യവസ്ഥയും സംവിധാനമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ബി ചെയ്യുന്ന തിന്മകൾക്ക് ഫലം ഈ ലോകത്തുണ്ടെങ്കിൽ ആ ഫലത്തിൽ ഏതെങ്കിലും ഒരു ഫലം ഒരുപക്ഷെ പടച്ചവൻ എന്ത് ചെയ്യും? ഏക്ക് പടച്ചവൻ കൊടുക്കുന്ന പരീക്ഷണവുമായിട്ട് കണക്ട് ചെയ്യും. ഇതൊക്കെ ഇവിടെ ഉണ്ടാവും, വിശപ്പുണ്ടാവും, പട്ടിണി ഉണ്ടാവും, പാലസ്തീനിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും, പിള്ളേര് പട്ടിണി കിടന്നു മരിക്കും. ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്. അതിന്റെ എഫക്റ്റുകൾ പടച്ചവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പരീക്ഷണമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് പടച്ചവൻ വെച്ചിട്ടുള്ള വ്യവസ്ഥ. അത് സിക്കും ചിലപ്പോൾ വേറെ ഏതെങ്കിലും പരീക്ഷണമായിട്ട് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാവും, വേറെ പരീക്ഷണമായിട്ട്.
ഈ ബി ഒരു തിന്മ ചെയ്യുന്നു, ആ തിന്മയുടെ ഒരു ഫലം എക്കുള്ള പരീക്ഷണമായിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇത് എന്നാലും മുഴുവനായിട്ട് എനിക്ക് കണ്ടിരിക്കാനും തോന്നുന്നില്ല, പറഞ്ഞു കേട്ട് യാതൊരു ബന്ധമില്ല, അത് തന്നെ റിപ്പീറ്റ് അടിച്ച് പറയുന്നതല്ലാണ്ട് വേറൊന്നുമില്ല. ഈ ബി ഒരു തിന്മ ചെയ്യുന്നു, ആ തിന്മയുടെ ഒരു ഫലം എക്കുള്ള പരീക്ഷണമായിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ എക്ക് പരീക്ഷണമായിട്ട് കൊടുത്ത ബിയുടെ തിന്മയുടെ അതേപോലത്തെ വേറൊരു റിഫ്ലക്ഷൻ സിക്ക് വേറൊരു പരീക്ഷണമായിട്ട് കൊടുക്കുന്നു. ഇത് ബി ചെയ്ത തിന്മക്കുള്ള എന്താ പറയുക ജസ്റ്റിഫിക്കേഷൻ അല്ല. ഞാൻ ഒരു സിനാറിയോ പറയാം. അതായത് ബാസിത്ത് ട്രെയിൻ ഓടിച്ചോണ്ടിരിക്കുകയാണ്, ആ ട്രെയിൻ ബ്രേക്ക് ഇല്ല, അപ്പൊ ആ ട്രെയിൻ പിടിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല, ട്രെയിൻ പാളത്തിൽ ഒരാളെ കെട്ടിയിട്ടേക്കാണ്. ബാസിത്ത് ട്രെയിൻ ഓടിച്ചോണ്ടിരിക്കണം, ട്രെയിനകത്ത് 1000 പാസഞ്ചേഴ്സ് ഉണ്ട്, ബാസത്തിന് ബ്രേക്ക് കിട്ടുന്നില്ല. ആകപ്പാടെ ബാസത്തിന് ചെയ്യാവുന്നത് ഒന്നെങ്കിൽ ഈ പുള്ളിയുടെ നെഞ്ചത്തോടി കയറ്റി ഇറക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഡിവിറ്റ് ചെയ്ത് വിടുക. ട്രെയിൻ ഡിവിറ്റ് ചെയ്ത് വിട്ട് ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ മൊത്തം മറിയും, ട്രെയിനകത്തുള്ള 1000 പേരും മരിക്കും, ആ ഒരാൾ രക്ഷപ്പെടും. അപ്പോൾ ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ട്രെയിൻ പാളം തെറ്റിച്ച് ആക്സിഡന്റ് ആക്കുക, ആ ഒരാളെ രക്ഷപ്പെടുത്തുക, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരാളുടെ മേത്തോട് വണ്ടി കയറ്റി ഇറക്കിയിട്ട് ഈ 1000 പേരെ സേവ് ചെയ്യാം. അപ്പോൾ ബാസിത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നൊന്ന് പറയാം, ചുമ്മാ ഒന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പറയുന്ന പോയിന്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ട്രെയിൻ ഓടിക്കുന്നു, ട്രെയിൻ ബ്രേക്ക് ഇല്ല, 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ ആളുടെ മേത്തോട് ഇറക്കുക, അല്ലെങ്കിൽ ഡിവീറ്റ് ചെയ്ത് വിടുക. നിങ്ങൾ അതിനപ്പുറത്തേക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും കൊണ്ടുവരരുത്. ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. ബാസിത്തൊന്നും പറഞ്ഞു നൽകിയ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. ഓക്കെ, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ അതേ പേരിൽ ഒരുത്തൻ കുറേ നാളായിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ കിടന്ന് ഇങ്ങനത്തെ കുറേ കമന്റ്സ് ഇടാറുണ്ട്. ഞാൻ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ റിയാക്ട് ചെയ്ത് ഇവന് കുറച്ച് റീച്ച് കിട്ടണമെന്ന് ഓർത്താണ് ഇവൻ കമന്റ് ഇടുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇവനെ കുറേ ആൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഈ നിലവാരമാണ് ഈ കമന്റ് ബോക്സിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ മനുഷ്യത്വം എന്താണെന്ന് എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ മോങ്ങൽ എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞ ശരിയായിട്ട് എനിക്ക് തോന്നി, അതിൽ മാത്രമേ എനിക്ക് തെറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം ശരിയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും. വെരി ഗുഡ്. സോ നല്ലൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് ഷോർട്ട് ഫിലിംസും അതുപോലെ തന്നെ റീൽസൊക്കെ റിയാക്ട് ചെയ്യാനുണ്ട്. സോ ബൈ ഫോർ നൗ.